നമസ്കാരം. ഞാൻ സംവിധായകൻ BM വിനു. കൃഷ്ണദാസ് സംവിധാനം ചെയ്തിരിക്കുന്ന അധീന എന്ന ഷോർട്ട് ഫിലിം വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കഥ പറയാൻ ശ്രമിച്ചിരിക്കുന്ന കഥ പറയാൻ അവലംബിച്ചിരിക്കുന്ന രീതി വളരെ ഇഷ്ടപ്പെട്ടു. കഥാകൃത്തും കഥാപാത്രവും തമ്മിലുള്ള ഒരു ആത്മസംഘർഷത്തിലൂടെയാണ് ഈ കഥ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ ആർട്ടിസ്റ്റുകളും അഭിനേതാക്കളും നമ്മുടെ പ്രേക്ഷകൻ്റെ മനസ്സിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അവരുടെയൊക്കെ പെർഫോമൻസ്. അതുപോലെ തന്നെ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റും വളരെ നന്നായിരിക്കുന്നു. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഥ പറഞ്ഞ രീതിയൊക്കെ എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി അല്ല, വെറുതെ നേരം പോക്കിന് വേണ്ടി ഉണ്ടാകുന്ന കുറേ ഷോർട്ട് ഫിലിംസ് ഉണ്ട്. അതല്ല, ഇന്നത്തെ കാലത്തിൻ്റെ കഥ തന്നെയാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ചെറിയൊരു നൊമ്പരം സൃഷ്ടിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. ഇതിലെ സാങ്കേതിക പ്രവർത്തകർക്കും അതുപോലെ സംവിധായകനും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അധീന ഒരു എഴുത്തുകാരിയായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഞാൻ എഴുതാറില്ല. എനിക്കതിന് കഴിയുന്നില്ല. അധീന എന്ന എൻ്റെ പേരിന് വിപുലമായ അർത്ഥമുണ്ടെന്ന് ദുഷ്യന്ത് പറയും. ജ്ഞാനം, ധൈര്യം, പ്രചോദനം തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങളുടെ ദേവതയത്രേ അധീന. ഗ്രീക്ക് മിത്തോളജിയിലെ പല്ലാസ് അധീന. ചിലപ്പോൾ പിണങ്ങുമ്പോൾ ദുഷ്യന്ത് പറയുമായിരുന്നു, യു ആർ നോട്ട് എലിജിബിൾ ഫോർ ദാറ്റ് ഹോളി നെയിം എന്ന്. ഓ, ഞാൻ ദുഷ്യന്തിനെ പറ്റി പറഞ്ഞില്ല. ദുഷ്യന്ത്, അവൻ എൻ്റെ എല്ലാമാണ്. തൂലിക, ഇരുട്ടിനെ തുളയ്ക്കുവാനുള്ള, തകർക്കുവാനുള്ള ശക്തമായ ആയുധമാണെന്ന് വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരൻ. മിന്നലും മഴവിൽ
എന്നെ അവന് ഏറെ ഇഷ്ടമായിരുന്നെങ്കിലും എൻ്റെ എഴുത്തിനെ അത്രത്തോളം അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എൻ്റെ വിരൽത്തുമ്പിൽ നിന്ന് കടലാസിലേക്ക് ഒഴുകുന്നത് പ്രണയം മാത്രമാണെന്ന് തെല്ലൊരു അവജ്ഞയോടെ അവൻ പറയുമായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളിലേക്ക്, കുഞ്ഞുങ്ങളുടെ രക്തമൊഴുകി പങ്കിലമായ ഇരുണ്ട ഭൂമികയുടെ ഭീകരമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് അധീന എന്ന സാഹിത്യകാരി അനുവാചകരെ കൂട്ടിക്കൊണ്ടുപോയി ബോധവാന്മാരും പ്രതികരണശേഷിയുള്ളവരുമാക്കുകയാണ് അക്ഷരത്തെറ്റ് എന്ന ഈ ബൃഹത് ഗ്രന്ഥത്തിലൂടെ. അദി, അദി, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ദാ മുഖം തുടക്കി. എന്തിനാ നസ്രി എനിക്ക് ഈ അവാർഡ്? എന്റെ ദുഷ്യന്തിന്റെ ബ്രോക്കൺ മൈൻഡ്. നോ, ഐ വോണ്ട് ലൈക്ക് ടു സെൽ ഇറ്റ്. നോ, നോ. No. അബ്നോർമൽ തിങ്കിങ് കൊണ്ടുണ്ടാവുന്ന ഒരു ചെറിയ സൈക്കോട്ടിക് ഡിസോർഡർ. സി അദി, ഡോക്ടർ നീയും കേട്ടതല്ലേ? ദുഷ്യന്ത് വേഗം സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞതല്ലേ അദ്ദേഹം? ഒരു ചെറിയ സൈക്കോട്ടിക് ഡിസോർഡർ. എത്ര സിമ്പിളായി പറഞ്ഞു നീ. അല്ലേ? നീ എന്തിനാണ് പാനിക് ആവുന്നത് വെറുതെ? He will be okay within few days. Damn sure. അല്ലെങ്കിൽ തന്നെ അദി, നിന്റെ എഴുത്തും ദുഷ്യന്തിന്റെ മാനസികാവസ്ഥയും എന്തിനു കൂട്ടിക്കൊടുക്കുന്നു? ഒരു ബന്ധവുമില്ലേ തമ്മിൽ. അദീനെന്ന എഴുത്തുകാരി മനസ്സിന്റെ രതിയിൽ നിന്നും പണിപ്പെട്ട് കണ്ടെത്തിയതല്ല ആ തീം. ഹിസ് റിയൽ ലൈഫ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞല്ലോ, ഒരു നോവലിന്റെ പണിപ്പുരയിലായിരുന്നു ദുഷ്യന്ത് എന്ന്. അത് എഴുതാൻ തുടങ്ങിയത് മുതലാണ് അവനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. എന്തു മാറ്റങ്ങൾ? തീരത്തെയും തിരകളെയും പോലെ ആയിരിക്കണം നമ്മളും നമ്മുടെ പ്രണയം, ഒരിക്കലും അകലാതെ. What happened? What's wrong with you? Oh,
ഭാഷാഭൂഷണിൽ എൻ്റെ ഒരു പുതിയ വർക്കുണ്ട്. കഥ എന്ന് പറയാൻ പറ്റുമോ നോക്കണം സർ. എന്തേ? ഐറിഷ് കവി W.B. യേറ്റ്സിനെ വായിച്ചിട്ടില്ലേ? ഒരു കലാസൃഷ്ടി ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായിരിക്കണം. നിന്നെപ്പോൾ ഞാനൊരു ബുജിയല്ല. എന്താ പോരെ? അധി, താരി പേരിന് അർഹയല്ല. അധീൻ എന്ന പേരിന്റെ അർത്ഥമറിയോ തനിക്ക്? ജ്ഞാനം, ധൈര്യം, പ്രചോദനം, നീതി, ഇതിൻ്റെയൊക്കെ ദേവതയാണ് അധീന. തൻ്റെ പേര് അഫ്രോഡൈറ്റ് എന്നാക്കണം. എന്തോന്ന്? ഗോഡസ് അസോസിയേറ്റഡ് വിത്ത് ലവ്, ബ്യൂട്ടി, പ്ലഷർ ആൻഡ് പ്രൊക്രിയേഷൻ. എന്താ ദുഷ്യന്ത്? എന്തു പറ്റി? ദുഷ്യന്ത്, വാട്ട് ആർ യു ഡൂയിങ്? എന്തിനാ ഈ മെഡിസിൻസ് ഒക്കെ? ഇനി ഈ മരുന്നുകളൊന്നും നമ്മൾ കഴിക്കുന്നില്ല. ഇൻഫെർട്ടിലിറ്റി? വേണ്ട. ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കില്ലെന്ന് നിനക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? ദുഷ്യന്ത്, പറ്റില്ല, പറ്റില്ല, ആർക്കും പറ്റില്ല. പക്ഷേ നാം വിചാരിച്ചാൽ ഒന്നു ചെയ്യാൻ പറ്റും. പ്രസവിക്കാതിരിക്കാൻ. യു ആർ ടോക്കിംഗ് നോൺസെൻസ്. ഒടുവിൽ ഫെയ്റ്റ് ഫെയ്റ്റ് എന്ന് പറഞ്ഞു സമാധാനിക്കാനാവില്ല. ധീ, നിനക്ക് ഭ്രാന്തായോ? ആവാതിരിക്കാനാണ് മോളെ. ആ, നീ ഇരിക്കെ. ഇന്നലെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ കണ്ട സംഭവം, അത് ഞാൻ എന്നോട് പറയാതിരുന്നതാണ്. ഇപ്പോ സ്വപ്നത്തിലും കൂടി അതെന്നെ ഹോണ്ട് ചെയ്യുന്നു. അരുതാത്തൊന്നും ചിന്തിക്കാതെ ഉറങ്ങിക്കൂ. നിനക്ക് വേണ്ടാത്തൊന്നും എനിക്കും വേണ്ട ദുഷ്യന്ത്. ഞാൻ കഥ എഴുതുകയായിരുന്നു. അന്ന് തുമ്പിയുടെ ഹാപ്പി ബർത്ത്ഡേ. യൂണിഫോമിന് പകരം ഏഞ്ചലിന്റെ തൂവെള്ള ഫ്രോക്ക്. അക്ഷരങ്ങൾ ശ്രദ്ധാപൂർവം അടുക്കി നിരത്തി ചന്തം ചാലിച്ച് തേച്ചിട്ടും അടർന്നു വീഴുന്ന ചുടുകട്ടകൾ പോലെ. ചിരിപ്പിക്കാനാവുന്നില്ല തുമ്പിയെ. നെറ്റിയിൽ ഒട്ടിക്കാനാവാതെ പൊട്ട്. മഷി എഴുതാനാവാതെ നനഞ്ഞ കണ്ണുകൾ. പൂർത്തിയാക്കാനാവുന്നില്ല
വാങ്മയ ചിത്രം. എഴുത്തുകാര എന്ന് ചലിക്കുന്നു വരണ്ട ചുണ്ടുകൾ. അരുത്, ഇടനാഴികളിൽ ഉടഞ്ഞു വീഴുന്ന വളപ്പൊട്ടുകളാവാൻ എന്തിനീ ജന്മം? സൃഷ്ടിക്കെതിരെ സൃഷ്ടിക്കപ്പെടുന്നവളുടെ ആക്രോശം. ഞാനില്ല ആ കാമാഗ്നി മധ്യത്തിലേക്ക്. ഭ്രൂണാവസ്ഥയിൽ കൊല ചെയ്യപ്പെട്ട തുമ്പി കടലാസ തുണ്ടുകളായി ചവറ്റുകൊട്ടയിൽ. പതിവില്ലാത്തൊരു ആത്മനിർവൃതിയിൽ ഞാനും. ഒരിക്കൽ അവന്റെ മുറിയിൽ ചെന്നപ്പോൾ തുണ്ടം തുണ്ടമായി കീറിയെറിഞ്ഞു കളഞ്ഞ പുതിയ നോവലിന്റെ കയ്യെഴുത്തു പ്രതികൾക്കിടയിൽ ദുഷ്യന്ത് കിടക്കുന്നതാ കണ്ടത്. യെസ്. ഇവിടെയും അയാൾ കീറിയെറിഞ്ഞതാണ് ഇതെല്ലാം. ദുഷ്യന്തിന്റെ രോഗത്തെക്കുറിച്ച് ഡോക്ടർ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടാവുമെന്നും പിറ്റേന്ന് ഡോക്ടറുടെ റൂമിൽ ചെല്ലാൻ പറഞ്ഞത് അതേക്കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു എന്നും എനിക്കറിയാമായിരുന്നു. ഇന്ന് ദുഷ്യന്തിനെ വീണ്ടും കൗൺസിലിങ്ങിന് വിധേയനാക്കി. മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്തത് കേൾക്കുകയും കാണാൻ കഴിയാത്തത് കാണുകയും ചെയ്യുന്ന ഒരു സ്കിസോഫ്രീനിയ രോഗി. അന്ന് തുമ്പിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ഒരേ ഇഞ്ചിനെ പോലെ ഞാൻ എൻ്റെ തുമ്പിയെ അണിയിച്ചൊരുക്കി. സ്കൂൾ യൂണിഫോമിന് പകരം അവളെ അണിയിച്ചത് ഞൊറികളുള്ള തൂവെള്ള ഫ്രോക്ക്. ചുവന്ന കഴിച്ചുണ്ടിന് താഴെ ഇടതുവശത്ത് തെളിഞ്ഞ കറുത്ത കാക്കപ്പുള്ളി ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞു തുമ്പിക്ക് മിനുത്ത കവിളുകളിൽ നനുത്ത നുണക്കുഴികൾ. റിലാക്സ് റിലാക്സ്. അവളെ ഇനിയും ഇനിയും സുന്ദരിയാക്കണം. കണ്ണുകളിൽ മഷി എഴുതണം, കവിളിൽ ക്രീം പുരട്ടണം, റോഷും മസ്കാരയും എല്ലാം ഉപയോഗിക്കണം. പക്ഷെ കഴിയുന്നില്ല. ആ കണ്ണുകൾ നിറഞ്ഞു, കരിമഷി കവിളിൽ പടർന്നു, വിയർപ്പ് ചായക്കൂട്ടുകൾ ഒലിച്ചിറങ്ങി വെള്ള ഉടുപ്പിലൂടെ എൻ്റെ തുമ്പി കരഞ്ഞുകൊണ്ട് ഓടിയകലുന്നു. വേണ്ട, എൻ്റെ തുമ്പിയെ നരഭോജികളുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ എനിക്ക് വയ്യ. സൃഷ്ടികർത്താവിനോടുള്ള സൃഷ്ടിക്കപ്പെടുന്നവരുടെ അപേക്ഷയാണ്. തുമ്പി, എൻ്റെ തുമ്പി ഭ്രൂണാവസ്ഥയിൽ തന്നെ അവസാനിക്കട്ടെ.
റിലാക്സ് റിലാക്സ്. അവൾ പറഞ്ഞതാണ് ശരി. ഇല്ല, ഏതെങ്കിലും നരാധവന്മാരുടെ വേണ്ട വേണ്ട. വേണ്ട വേണ്ട. ഇരിക്കേ. കോഗ്നറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ് ദുഷ്യന്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഞാൻ അവലംബിക്കുന്നത്. കെട്ടകാലത്തിൻ്റെ ഭീകരത ദുഷ്യന്തിൻ്റെ മനസ്സിനെ ഉലയ്ക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉൾക്കൊള്ളാനാവാതെ പാനിക്കാവുന്ന മനസ്സ്, യാഥാർത്ഥ്യമല്ലാത്ത ചിലതൊക്കെ ചിന്തിച്ചു കൂട്ടുക, ആരെയൊക്കെയോ കൊല്ലാൻ പോകുന്നു എന്ന തോന്നൽ. അധീന, എനിഹൗ ലെറ്റ് us hope for the best. He is always worried about sexual harassment towards children. ദുഷ്യന്തിൻ്റെ പുതിയ നോവലിൻ്റെ ഇതിവൃത്തം കുട്ടികളോടുള്ള ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ടതായിരുന്നു. കേന്ദ്ര കഥാപാത്രങ്ങൾ ഒരു പിഡോഫൈലും പിന്നെ തുമ്പിയെന്ന് വിളിക്കുന്ന 6 വയസ്സുകാരിയും. വർണ്ണനകളുടെ ചായക്കൂട്ടുകൾ പൂശി തുമ്പി എന്ന കഥാപാത്രത്തെ കൂടുതൽ സുന്ദരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നോവലിസ്റ്റ്. തുമ്പിക്ക് സുന്ദരിയാവണ്ട, സുന്ദരിയായി ഈ കപടലോകത്തേക്ക് വരാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. കഥാകൃത്തിൻ്റെ ഉപബോധ മനസ്സിൻ്റെ തോന്നൽ കഥാപാത്രത്തിൻ്റെ തോന്നലായി അയാൾ തീർച്ചപ്പെടുത്തുന്നു. ബോധമനസ്സിലും ഈസ് ഓൾവേസ് വറീഡ് അബൌട്ട് സെക്ഷൽ ഹറാസ്മെന്റ് ടുവേഴ്സ് ചിൽഡ്രൻ. അതിൻ്റെ കുറച്ചുകൂടി തീവ്രമായ തോന്നലാണ് ഉപബോധ മനസ്സിലുണ്ടാവുക. തൻ്റെ മകളെ അല്ലെങ്കിൽ കുഞ്ഞനുജത്തിയെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ അയാൾ കണ്ടെത്തിയ വഴി ആ നോവൽ പൂർത്തിയാക്കാതിരിക്കുക എന്നതായിരുന്നു. ദുഷ്യന്ത്, എൻ്റെ തൂലികയിൽ നിന്ന് കടലാസിലേക്ക് ഒഴുകുന്നത് പ്രണയമാണെന്നല്ലേ നീ പറയാറുള്ളത്? ശരിയാണ്. ഒരു സൃഷ്ടി ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടിയായിരിക്കണം എന്ന് ഞാൻ പഠിച്ചത് നിന്നിൽ നിന്നാണ്. നിന്റെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ ഞാൻ കൈകൂപ്പുന്നു. ദുഷ്യന്ത്, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും എന്നും എന്നും.
കണ്ണാൽ മിണ്ടുന്നു പയ്യെ